ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കമ്മീഷൻ സെക്കൻഡ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ കമ്മീഷനെല്ലാം കഴിഞ്ഞു. കാരണം അവരുടെ വൈവയും ടീച്ചിങ്ങും ജനറൽ വൈവയും ക്വസ്റ്റ്യൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും സനഞ്ജി, ഭാവന, കീർത്തി, ജാസു, ദിവു എല്ലാവരും ഇങ്ങനെ ഹാപ്പി. കാരണം എല്ലാവരും ഇനി പോകാനായിട്ട് പാക്ക് ചെയ്യും. ഞങ്ങളുടെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയ റെക്കോർഡ്സ്, ഞങ്ങൾ ഉണ്ടാക്കിയ ചാർട്ട്, വർക്കുകൾ, പിന്നെ മോഡൽസ് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവരൊക്കെ പോകാൻ റെഡിയായിട്ട് എല്ലാം. കാരണം നമ്മൾ ഈ 2 വർഷവും എടുത്ത എഫർട്ടെല്ലാം ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഇത്രയും വർക്ക് ലോഡ് ചെയ്ത് ഈ ഒരു ദിവസം കഴിഞ്ഞ് ഇനി ആ വർക്കിന്, കാരണം അവിടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മാർക്ക് കിട്ടാനല്ലോ. അപ്പം ഇന്നത്തോടെ ആ കമ്മീഷൻ്റെ മുന്നിൽ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു, മാർക്കിന് വേണ്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ സമാധാനത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ കമ്മീഷൻ്റെ ഫസ്റ്റ് ഡേയിൽ എല്ലാവർക്കും ടെൻഷനായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ ഇനി കഴിഞ്ഞ് അവർ ചോദിച്ചതിനെ പറ്റിയും മറ്റവർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ചർച്ചകളാണ്. പാത്തു, കാർത്തിക, അക്ഷയ, ദേവിക, അങ്ങനെ എല്ലാവരും ഇവരെല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ എല്ലാവരും പാക്ക് ചെയ്ത് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒത്തിരി പേരെ വിളിക്കാനൊക്കെ വരും. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ഒന്നിച്ച് ബസ്സിലൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഓരോരുത്തരായിട്ട് ചിലരൊക്കെ വിളിക്കാൻ വന്നു. പാരൻസ് വരും. കാരണം കഴിഞ്ഞ ദിവസം രാവിലെയും ചിലരൊക്കെ ഉണ്ടാക്കിയാണ് ചെയ്തത്. കാരണം ഈ വർക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അങ്ങനെ തേജു, അപ്സര, ഇനി ഇവർക്കിതെല്ലാം വർക്ക് അവരുടെ നാട്ടിലോട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോകണം. അവരിപ്പോൾ ഹോസ്റ്റലേഴ്സാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി മൂമെൻറ്റ്, ഹാപ്പിയായി. കാരണം ഞങ്ങളുടെ ആ എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ആ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നന്നായിട്ട് കമ്മീഷൻ നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പറയാൻ പറ്റും, കാരണം ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പാസ് ഔട്ടായി. അങ്ങനെ ഞങ്ങളുടെ സാരഥി സനഞ്ജി, ഞാനും സനഞ്ജിയും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവരെ ഞങ്ങൾ നേറ്റിന് ഇറക്കി വിടും. അങ്ങനെ ഞങ്ങളുടെ 2 വർഷത്തെ BEd കോഴ്സ് കംപ്ലീറ്റഡ്. ബൈ ബൈ.